ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 4 മണി വരെയാണ് കസ്റ്റഡി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. CPM DYFI പ്രവർത്തകരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. സിജോ വി ജോൺ വിശദാംശങ്ങളുമായി. സിജോ, ഈ കസ്റ്റഡിയിൽ വിട്ട പ്രതികളിൽ നിന്ന് പോലീസിന് കാര്യമായി എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഈ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക, അതോടൊപ്പം തന്നെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിൽ ഇന്ന് വൈകിട്ട് 4 മണി 5 മണിയോടുകൂടി തന്നെ ഈ ആക്രമണം നടന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മകളുടെ വീടിന് മുന്നിൽ, വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുന്നിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 5 പേരെയും കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുക. എന്തായാലും കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത്. ഇവരെ ആക്രമിച്ചിരിക്കുന്ന ആയുധങ്ങൾ കണ്ടെത്താനുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കസ്റ്റഡി ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റ് പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് 5 പ്രതികളെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ആ പ്രതികൾ 5 പേര് നിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൽ, ശ്രീജിത്ത് എന്നിവരാണ്. ഇവർ 5 പേരാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. ED ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ വാഹനം തടയുകയും അതിൻ്റെ ചില്ലുകൾ തകർക്കുകയും ചെയ്തതും അതോടൊപ്പം തന്നെ പോലീസുകാരെയും ED ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട പ്രതികളാണ് ഇവർ. ഇവർ പിന്നീട് CPMന്റെ പാർട്ടി ഓഫീസിൽ അഭയം തേടുകയും പിന്നീട് ആ പോലീസ് അവിടെ എത്തി അവരെ വളഞ്ഞതിന് ശേഷം പാർട്ടി നേതാക്കൾ തന്നെ ഇടപെട്ടാണ് ഇവരെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള പ്രതികളെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവരിക. എന്തായാലും ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലേക്കാണ് പോലീസ് നീങ്ങുകയും ചെയ്യുന്നത്. ശരി, സിജോ വി ജോണാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്താണ്.